ഓക്കെ, ഇൻസ്ട്രക്ഷൻ സെറ്റിൻ്റെ കണ്ടിന്യൂഷനാണ്. നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്. അവിടെ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ എക്സോർ ഓപ്പറേഷൻസ്, ദെൻ റൊട്ടേറ്റ് ഓപ്പറേഷൻസ് എന്നിവയൊക്കെയാണ് വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് ANA then register. അതിൻ്റെ മീനിങ് ഇതാണ്: ദ കണ്ടൻറ്റ് ഓഫ് ദ രജിസ്റ്റർ ഈസ് ലോജിക്കലി ആൻഡഡ് ബിറ്റ് ബൈ ബിറ്റ് വിത്ത് ദ കണ്ടൻറ്റ് ഓഫ് ദ അക്യുമുലേറ്റർ ആൻഡ് ദ റിസൾട്ട് വിൽ ബി മൂവ് ടു ദ അക്യുമുലേറ്റർ ഇറ്റ് സെൽഫ്. ഇവിടെ ബിറ്റ് ബൈ ബിറ്റ് ആൻഡ് ഓപ്പറേഷനാണ് നടക്കുന്നത്. റിസൾട്ട് അക്യുമുലേറ്ററിൽ തന്നെ ഉണ്ടാകും. ഇനി അവിടെ കൊടുക്കാൻ പറ്റുന്ന രജിസ്റ്റേഴ്സ് A, B, C, D, E, H or L registers. One of the operand will be in this register and the first operand will be in the accumulator. Then ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക: after execution of the instruction the carry flag is always reset and the auxiliary carry flag is always set. That is after the execution. മറ്റുള്ള ഫ്ലാഗ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾട്ടേഡ് ബേസ്ഡ് ഓൺ ദ റിസൾട്ട്. ഓക്കെ, അവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ANA ദെൻ ഇവിടെ തന്നിരിക്കുന്ന രജിസ്റ്റർ എന്ന് പറയുന്നത് E. അതിൻ്റെ മീനിങ് ഇതാണ്: കണ്ടൻറ്റ് ഓഫ് അക്യുമുലേറ്ററും കണ്ടൻറ്റ് ഓഫ് ഈ രജിസ്റ്ററും ലോജിക്കലി ആൻഡ് ഓപ്പറേഷൻ ചെയ്യും ബിറ്റ് ബൈ ബിറ്റ്. ദെൻ ദ റിസൾട്ട് വിൽ ബി മൂവ് ടു ദ അക്യുമുലേറ്റർ. അപ്പോൾ ബിഫോർ എക്സിക്യൂഷൻ അക്യുമുലേറ്ററിൻ്റെ വാല്യൂ 15, ഈ രജിസ്റ്ററിൻ്റെ വാല്യൂ E2. അവിടെ ബിറ്റ് ബൈ ബിറ്റ് ഓപ്പറേഷൻ കാണിച്ചിട്ടുണ്ട്. അവിടെ റിസൾട്ട് എന്ന് പറയുന്നത് 00 ആണ്, 00 ഹെക്സ് ആഫ്റ്റർ ദ ആൻഡ് ഓപ്പറേഷൻ. ദെൻ ഇയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല. ദെൻ അതിനനുസരിച്ച് ഫ്ലാഗ്സും സെറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു ക്യാരി ഫ്ലാഗ് എന്ന് പറയുന്നത് ഓൾവേസ് ക്ലിയർഡ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് റീസെറ്റ്. ദെൻ ഓക്സിലറി ക്യാരി ഫ്ലാഗ് ഈസ് സെറ്റ് ടു 1. ദെൻ ഇവിടെ 0 ആണ് റിസൾട്ട്, അപ്പോൾ 0 ഫ്ലാഗ് സെറ്റ് ആവും. ദെൻ പാരിറ്റി ഫ്ലാഗ് 1 ആകും. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ANI ദെൻ 8-bit ഡേറ്റ. ഇതൊരു ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിന് എക്സാമ്പിളാണ്. ഇവിടെ ആൻഡ് ചെയ്യാനുള്ള, ആൻഡ് ഓപ്പറേഷൻ ചെയ്യാനുള്ള ഡേറ്റ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. മീനിങ് ഇതാണ്: ദ 8-bit ഡേറ്റ ഗിവൻ ഇൻ ദ ഇൻസ്ട്രക്ഷൻ ഈസ് ലോജിക്കലി ആൻഡഡ് ബിറ്റ് ബൈ ബിറ്റ് വിത്ത് ദ കണ്ടൻറ്റ് ഓഫ് ദ അക്യുമുലേറ്റർ ആൻഡ് ദ റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ദ അക്യുമുലേറ്റർ. Then after the execution of this instruction carry flag is reset to 0 and the auxiliary carry flag will be set to 1. മറ്റുള്ള ഫ്ലാഗ്സ് എന്ന് പറയുന്നത് റിസൾട്ടിനനുസരിച്ച് മോഡിഫൈ ചെയ്യും. ദെൻ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ANA ദെൻ M. ഇതൊരു ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിന് എക്സാമ്പിളാണ്. കാര്യം M denotes the memory addressed by the HL pair. And meaning ഇതാണ്: the content of the memory addressed by the HL pair is logically ANDed bit by bit with the content of the accumulator and the result is moved to the accumulator. ഇവിടെയും ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ക്യാരി ഫ്ലാഗ് എന്ന് പറയുന്നത് 0 ആകും. ഓക്സിലറി ക്യാരി ഫ്ലാഗ് വിൽ ബി സെറ്റ് ടു 1. ദെൻ അതർ ഫ്ലാഗ്സ് ആർ സെറ്റ് ബേസ്ഡ് ഓൺ ദ റിസൾട്ട്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് ORA ദെൻ രജിസ്റ്റർ. ലോജിക്കൽ ഓർ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണിത്. അതിൻ്റെ മീനിങ് ഇതാണ്: ദ കണ്ടൻറ്റ് ഓഫ് ദ രജിസ്റ്റർ ഈസ് ലോജിക്കലി ഓർഡ് ബിറ്റ് ബൈ ബിറ്റ് വിത്ത് ദ കണ്ടൻറ്റ് ഓഫ് ദ അക്യുമുലേറ്റർ ആൻഡ് ദ റിസൾട്ട് വിൽ ബി മൂവ് ടു ദ അക്യുമുലേറ്റർ ഇറ്റ് സെൽഫ്. ഇനി ആ ഒരു ഇൻസ്ട്രക്ഷനിൽ കൊടുക്കാൻ പറ്റുന്ന രജിസ്റ്റേഴ്സ് ഇവിടെ ഇറ്റ് ക്യാൻ ബി A, B, C, D, E, H or L രജിസ്റ്റേഴ്സ്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക: ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ദിസ് ഇൻസ്ട്രക്ഷൻ ബോത്ത് ദ ക്യാരി ആൻഡ് ഓക്സിലറി ഫ്ലാഗ്സ് ആർ ഓൾവേസ് റീസെറ്റ്. ദറ്റ് ഈസ് 0 ആയിട്ട് റീസെറ്റ് ആകും, ക്ലിയർ ആകും. ഓക്കെ, മറ്റുള്ള ഫ്ലാഗ്സ് എന്ന് പറയുന്നത് മോഡിഫൈഡ് ബേസ്ഡ് ഓൺ ദ റിസൾട്ട്. ദെൻ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് ORA ദെൻ M. ഈ ഒരു M എന്ന് പറയുന്നത് ദ മെമ്മറി അഡ്രസ് ബൈ ദ HL രജിസ്റ്റർ പെയർ ആണ്. മീനിങ് ഇതാണ്: ദ കണ്ടൻറ്റ് ഓഫ് ദ മെമ്മറി അഡ്രസ്ഡ് ബൈ ദ HL പെയർ ഈസ് ലോജിക്കലി ഓർഡ് ബിറ്റ് ബൈ ബിറ്റ് വിത്ത് ദ കണ്ടൻറ്റ് ഓഫ് ദ അക്യുമുലേറ്റർ ആൻഡ് ദ റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ദ അക്യുമുലേറ്റർ. ദെൻ ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ക്യാരി ഫ്ലാഗും ഓക്സിലറി ക്യാരി ഫ്ലാഗും റീസെറ്റ് ആകും. മറ്റുള്ള ഫ്ലാഗ്സ് എന്ന് പറയുന്നത് അതർ ഫ്ലാഗ്സ് ആർ അഫക്റ്റഡ് ബേസ്ഡ് ഓൺ ദ റിസൾട്ട്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് ORI ദെൻ 8-bit ഡേറ്റ. 8-bit ഡേറ്റ ഡയറക്റ്റ്ലി ഇൻസ്ട്രക്ഷനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിന് എക്സാമ്പിളാണ്. അതിൻ്റെ മീനിങ് ഇതാണ്:
The 8-bit data given in the instruction is logically ORed bit by bit with the content of the accumulator, and the result is stored in the accumulator. The next instruction is XRA, then a register. ഇതൊരു ലോജിക്കൽ എക്സ്ക്ലൂസീവ് ഓർ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ്. അതിൻ്റെ മീനിങ് ഇതാണ്: ദ കണ്ടൻറ്റ് ഓഫ് ദ രജിസ്റ്റർ ഈസ് ലോജിക്കലി എക്സോർഡ് ബിറ്റ് ബൈ ബിറ്റ് വിത്ത് ദ കണ്ടൻറ്റ് ഓഫ് ദ അക്യുമുലേറ്റർ. After the operation, the result will be stored in accumulator. Then after execution, auxiliary carry flag and carry flag will be reset to 0. മറ്റുള്ള ഫ്ലാഗ്സ് എന്ന് പറയുന്നത് മോഡിഫൈഡ് ബേസ്ഡ് ഓൺ ദ റിസൾട്ട്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് XRI, then 8-bit data. മീനിങ് ഇതാണ്: ദ 8-bit data given in the instruction is a logically exclusive ORed bit by bit with the content of the accumulator, and the result is stored in the accumulator. ഇവിടെയും ശ്രദ്ധിക്കുക, ആഫ്റ്റർ ദ എക്സിക്യൂഷൻ the carry flag and auxiliary carry flag will be reset to 0. Then next instruction XRA, then M. അവിടെ M എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ദ മെമ്മറി അഡ്രസ്ഡ് ബൈ ദ HL രജിസ്റ്റർ പെയർ ആണ്. മീനിങ് ഇതാണ്: ദ കണ്ടൻറ്റ് ഓഫ് ദ മെമ്മറി അഡ്രസ്ഡ് ബൈ ദ HL രജിസ്റ്റർ പെയർ ഈസ് ലോജിക്കലി എക്സോർഡ് bit by bit with the content of the accumulator, and the result is stored in accumulator. Okay. Then the next instruction is CMP, then a register. Two numbers compare ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണത്. കമ്പാരിസൺ നടക്കുന്നത് ഇങ്ങനെയാണ്: ദ കണ്ടൻറ്റ് ഓഫ് ഗിവൺ രജിസ്റ്റർ ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ദ കണ്ടൻറ്റ് ഓഫ് അക്യുമുലേറ്റർ. ദെൻ ഈ ഒരു റിസൾട്ടിനനുസരിച്ച് ഫ്ലാഗ്സ് മോഡിഫൈ ആകും. അതായത് if the content of accumulator is less than the content of register, then the carry flag is set. If the content of accumulator is greater than the content of register, then the carry flag is reset or cleared to 0. If the content of accumulator is exactly equal to the content of register, then the 0 flag is set. Okay. അപ്പോൾ റിസൾട്ടിനനുസരിച്ച് ഫ്ലാഗ്സ് സെറ്റ് ആവും. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് CPI, then 8-bit data. ഇവിടെയും ടു നമ്പേഴ്സ് തമ്മിലുള്ള കമ്പാരിസൺ ആണ് നടക്കുന്നത്. കമ്പയർ ചെയ്യേണ്ട ഒരു നമ്പർ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഇതൊരു ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എക്സാമ്പിളാണ്. അതിൻ്റെ മീനിങ് ഇതാണ്: ദ ഗിവൺ ഡേറ്റ ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ദ കണ്ടൻറ്റ് ഓഫ് അക്യുമുലേറ്റർ. ദെൻ ബേസ്ഡ് ഓൺ ദ റിസൾട്ട് ഫ്ലാഗ്സ് സെറ്റോ റീസെറ്റോ ആകും. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് CMP, then M. മീനിങ് ഇതാണ്: the content of the memory addressed by HL pair is compared with the accumulator. Then റിസൾട്ടിനനുസരിച്ച് ഫ്ലാഗ്സ് മോഡിഫൈ ആകും. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് CMA. ഇതൊരു 1-byte ഇൻസ്ട്രക്ഷനാണ്. കോംപ്ലിമെൻറ്റ് അക്യുമുലേറ്റർ എന്നാണ്. ദറ്റ് ഈസ് ദ കണ്ടൻറ്റ് ഓഫ് ദ അക്യുമുലേറ്റർ ഈസ് കോംപ്ലിമെൻറ്റഡ്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് STC, സെറ്റ് ക്യാരി എന്നാണ്. ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ the carry flag is set to 1. Next instruction is CMC, complement carry എന്നാണ്. ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ the carry flag is complemented. Next instruction is RLC. മീനിങ് ഇതാണ്: rotate accumulator left to carry. ലെഫ്റ്റിലോട്ട് ബിറ്റ് ബൈ ബിറ്റ് ഷിഫ്റ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. ആ ഒരു റൊട്ടേഷൻ നോക്കുക. D0 ബിറ്റ് എന്ന് പറയുന്ന D1 മൂവ് ചെയ്യും. D1 വാല്യൂ D2 മൂവ് ചെയ്യും. അതേപോലെ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് പോകും. അതോടൊപ്പം തന്നെ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, അതായത് D7 എന്ന് പറയുന്നത് D0 മൂവ് ചെയ്യും. അതോടൊപ്പം തന്നെ D7 എന്ന് പറയുന്നത് ക്യാരി ഫ്ലാഗിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ക്യാരി ഫ്ലാഗ് അവിടെ സെറ്റ് അല്ലെങ്കിൽ റീസെറ്റ് ആകും ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് D7. ആ ഒരു എക്സാമ്പിൾ കൂടി നോക്കുക. ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എയുടെ വാല്യൂ 32 ആണ്. ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് ഒരു തവണ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 64 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. D7 എന്ന് പറയുന്ന മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ക്യാരി ഫ്ലാഗിലോട്ട് മൂവ് ചെയ്യും. അതേപോലെ തന്നെ D0 മൂവ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ബിറ്റ്സ് എല്ലാം ലെഫ്റ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് RRC. ഇതും ഒരു 1 byte ഇൻസ്ട്രക്ഷനാണ്. മീനിങ് ഇതാണ്: റൊട്ടേറ്റ് അക്യുമുലേറ്റർ റൈറ്റ് ടു ക്യാരി.
ആർ എൽ സിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ആർ ആർ സി. ഇവിടെ ഷിഫ്റ്റിംഗ് നടക്കുന്നത് റൈറ്റിലോട്ടാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അതായത് D0 വിൽ ബി മൂവ് ടു D7 ആസ് വെൽ ആസ് ടു ദ ക്യാരി ഫ്ലാഗ്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് RAR. മീനിങ് ഇതാണ്, റൊട്ടേറ്റ് അക്യുമുലേറ്റർ റൈറ്റ് ത്രൂ ക്യാരി. ഇവിടെ റൈറ്റിലോട്ടാണ് ഷിഫ്റ്റിംഗ് നടക്കുന്നത്. ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം, ക്യാരി ഫ്ലാഗിലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാല്യൂ വിൽ ബി മൂവ് ടു ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അതായത് ടു ദ D7. ദെൻ D7 ഉണ്ടായിരുന്ന വാല്യൂ ടു D6 സോ ഓൺ. ദെൻ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് D0 വാല്യൂ ക്യാരി ഫ്ലാഗിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് RAL. മീനിങ് ഇതാണ്, റൊട്ടേറ്റ് അക്യുമുലേറ്റർ ലെഫ്റ്റ് ത്രൂ ക്യാരി. ഇവിടെ ലെഫ്റ്റിലോട്ടാണ് ഷിഫ്റ്റിംഗ് നടക്കുന്നത്, ത്രൂ ക്യാരിയാണ്. അപ്പോൾ ദ കണ്ടൻറ്റ് ഓഫ് A രജിസ്റ്റർ along with the carry is rotated left by 1 bit. Note here the carry is moved to the least significant bit, that is to D0, and the most significant bit, that is D7, is moved to the carry. ഓക്കെ, ഇത്രയും ഇൻസ്ട്രക്ഷൻസ് ആണ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ ഗ്രൂപ്പിൽ വരുന്നത്. നെക്സ്റ്റ് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ആണ്, അത് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. ഓക്കെ.